സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ അരിവില വർദ്ധിക്കും. മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണത്തെ ഇത് ബാധിക്കും. ഉത്സവ സീസണോടനുബന്ധിച്ച് അരിയുടെ വില പിടിച്ചു നിർത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, ഏത് സാഹചര്യത്തിലാണ് അരിവില വർദ്ധിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്? രാജീവ്, ബജറ്റിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വരും മാസങ്ങൾ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സംസ്ഥാനത്ത് അരിയുടെ വിലയിൽ വർധനവുണ്ടായേക്കാം. ഉത്സവ സീസണാണ്. ഉത്സവ സീസണോടനുബന്ധിച്ച് തന്നെ അരിവില പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സംസ്ഥാനം ഇതുവരെ ഓപ്പൺ ട്രേഡ്, അതായത് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിലാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ അരി അതുപോലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിയിരുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തി എന്നൊരു ആരോപണമാണ് ഇവിടെയും ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ അരിക്ക് വിലവർധന ഉണ്ടായേക്കാമെന്നൊരു സാധ്യതയും മുന്നിൽ പറയുന്നത്. നമുക്കറിയാം, ഇത്തവണ അതായത് ഫെബ്രുവരി മാസം മഞ്ഞ അതുപോലെ തന്നെ നീല കാർഡുകൾക്ക്, മുൻഗണനാ വിഭാഗങ്ങളല്ലാത്ത നീല വെള്ള കാർഡുകാർക്ക് 4 കിലോ അരി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് സംസ്ഥാനത്ത് അരിവില വീണ്ടും വർദ്ധിക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ രൂക്ഷമായ വിലക്കയറ്റമാണ് നിലനിൽക്കുന്നത്. നാളെ ബജറ്റാണ്. ബജറ്റിന് ശേഷം അറിയാം ഇനി എന്തിനൊക്കെ വില കൂടുമെന്ന്. ഏതായാലും വീണ്ടും അരി ഉൾപ്പെടെയുള്ള ഐറ്റങ്ങൾക്ക് വില കൂടും എന്ന മുന്നറിയിപ്പ് ഭക്ഷ്യവകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് ടിൻഡു തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.